കറങ്ങി വന്നൊരു മാസ് എൻട്രി ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതാകെ മൊത്തം ചീറ്റിപ്പോയി. ആ അക്രമത്തിൽ കാലിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് കൊളത്തിപ്പിടിച്ചോ എന്നൊരു സംശയം. കുറച്ച് കഴിയുമ്പോൾ അറിയാം എന്തായാലും. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ ഇഷ്ടം പോലെ കറികളുണ്ടാവുന്ന എന്ത് രസമല്ലേ. ഇതിൻ്റെ മീൽ പ്രെപ്പ് കഴിഞ്ഞ ഉടനെയുള്ള ഫ്രിഡ്ജ് ആവോണ്ടാട്ടോ. ഇന്ന് ഇത്രയൊക്കെ കറി ഉണ്ടായിട്ടും നമ്മൾ ചൂടോടെ തന്നെ കുറച്ച് ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കാൻ പോണേ. പുറത്തൊക്കെ നല്ല തണുപ്പല്ലേ, അപ്പൊ പണി മെല്ലെ തുടങ്ങാം. ഒരു പാൻ വെക്കുക, കഴുകി വൃത്തിയാക്കി ചിക്കൻ അങ്ങോട്ട് ഇടുക. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ഉള്ളിയാണ്, സവാള. തോലൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ദയയില്ലാതെ ഒറ്റ വെട്ടുന്നതേ 4 കഷ്ണാക്കണം ഇങ്ങനെ. ഇനി അരിഞ്ഞ സവാള ഇട്ട് അത് മൂടിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച്, നമ്മുടെ അവിടെ വിനീഗറിന് സുർക്കാന്നും പറയും, നിങ്ങൾ പറയാറുണ്ടോ? അപ്പൊ പറഞ്ഞു വന്നത് അതെല്ലാം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ആ നേരം നമുക്ക് കുറച്ച് ക്യാരറ്റും ബീൻസും ചോപ്പറിലൊന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. ഇതാ ഇങ്ങനെ. പെർഫെക്റ്റ് ടൈമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ദേ ചിക്കൻ റെഡി. ഇനി ചിക്കൻ സ്റ്റോക്ക് ഒന്ന് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. അത് കൊള്ളാലോ, ഊറ്റി മാറ്റി വെക്കാം. ഇനി അതേ പാനിലോട്ട് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ചെറുതാക്കി അരിഞ്ഞ വെളുത്തുള്ളിയും സ്പ്രിംഗ് ഓണിയനും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റും ബീൻസും നേരത്തെ ഊറ്റിയെടുത്ത ചിക്കൻ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റാം. ഇനി ഒരു മടിയും കൂടാതെ നിറ മനസ്സോടു കൂടെ ആ ചിക്കൻ സ്റ്റോക്ക് മുഴുവൻ ഈ പാനിലോട്ട് അങ്ങോട്ട് ഒഴിക്കുക. സൂപ്പിന് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും 1 ടേബിൾ സ്പൂൺ സുർക്കയും, അതൊരു സുഖം, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു അഡീഷണൽ സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് നൂഡിൽസും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആർഭാടാക്കിയിരുന്നു, ഇത്ര ആവശ്യമില്ല. സൂപ്പ് ഒന്ന് തിളച്ച് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. ദേ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നൂഡിൽസ് കുറച്ചൊന്ന് കൂടിപ്പോയി, അതൊന്ന് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷെ ആ ഫ്ലേവേഴ്സും എല്ലാം കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു.